ഹായ് ഡിയർ സെറ്റ് ആസ്പിറൻസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. ഞങ്ങൾക്കറിയാം, വരുന്ന സെറ്റ് എക്സാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം വളരെ അധികം കഠിനമായിട്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ തന്നെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ടൂസ് അക്കാഡമി കുറച്ച് ടെലഗ്രാം ഗ്രൂപ്പ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് ആയിട്ടും സബ്ജക്ട് പേപ്പേഴ്സിന് അതത് സബ്ജക്റ്റ് എക്സ്പേർട്സ് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സെപ്പറേറ്റ് ഗ്രൂപ്പ്സുകൾ ടൂസ് അക്കാഡമിക്ക് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ഡെയിലി ക്വിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ ഓൾറെഡി ഉള്ള പഠനത്തെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ സെറ്റ് കൊമേഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കണ്ടൻ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെറ്റ് കോമേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ടോപ്പിക്കുകളാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ദിസ് വിൽ റിയലി ഹെൽപ്പ് യു ഇൻ യുവർ പ്രിപ്പറേഷൻ. സോ ദിസ് വീഡിയോ പ്രസൻസ് 15 topics in one shot, and you please be ready for the shot. Topic 1: Definitions of Management. Harold Kuhns defines management as an art of getting things done through and with people in formally organized groups. Mary Parker Follett also had a similar view, as she defined management as the art of getting things done through others. Henry Fayol says that to manage is to forecast and plan, to organize, to command, to coordinate, and to control. Don't forget, Henry Fayol is the father of modern management. Now, Louis Sullen interprets management in light of activities done by a manager. He says management is what a manager does. F.W. Taylor, the father of scientific management, defines management as the art of knowing exactly what you want men to do and saying that they do it in the best and the cheapest way. As you can see on the screen, question paper setters sometimes follow a trend of giving us a definition and then asking us to select the person who has put forward that particular definition. So, definitions of management is definitely an important topic. Topic 2: Types of plans. Plans are of two types: multi-use plans and single-use plans. മൾട്ടി-യൂസ് പ്ലാൻസിനെ റിപ്പീറ്റഡ് യൂസ് ഓർ സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയാറുണ്ട്. സിംഗിൾ യൂസ് പ്ലാൻസിനെ സ്പെസിഫിക് പ്ലാൻസ് എന്നും അഡ്ഹോക്ക് പ്ലാൻസ് എന്നും പറയാറുണ്ട്. മൾട്ടി-യൂസ് പ്ലാൻസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഓവർ ടൈം. മൾട്ടി-യൂസ് പ്ലാൻസിനെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. റിക്കറിംഗ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് നമുക്ക് ആ സെയിം പ്ലാൻസ് തന്നെ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ സിംഗിൾ യൂസ് പ്ലാൻസ് കനോട്ട് ബി യൂസ്ഡ് again and again. They become obsolete after the proposed purpose. സിംഗിൾ യൂസ് പ്ലാൻസ് നമുക്ക് അങ്ങനെ പിന്നെയും പിന്നെയും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. എന്ത് ഇൻറ്റൻറ്റഡ് യൂസ് ആയിരുന്നോ അതിനുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊന്നിലേക്കും ഈ ഒരു പ്ലാനിനെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. Here we are going to see what are the various multi-use plans and what are the various single-use plans applied in an organization. മൾട്ടി-യൂസ് പ്ലാൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. ഓർത്തിരിക്കണേ, മൾട്ടി-യൂസ് പ്ലാൻസ് ആണ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. സിംഗിൾ യൂസ് പ്ലാൻസ് ആണ് പ്രോഗ്രാംസ്, ബഡ്ജറ്റ്സ്, ഷെഡ്യൂൾസ്, പ്രോജക്ട്സ്, മെത്തേഡ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതായിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ബഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾസ്, ഇതൊന്നും നമുക്ക് മറ്റൊന്നിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് അതിന് സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും. സോ ദാറ്റ് ഈസ് സിംഗിൾ യൂസ് പ്ലാൻസ്. എന്നാൽ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ദേ ആർ മൾട്ടി യൂസ് പ്ലാൻസ്. ഇനി ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എന്താണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. അതിൻ്റെ നോട്ട്സ് കളക്ട് ചെയ്ത് അതും കൂടി പഠിച്ചു വെക്കുക. See on the top right corner of the screen, ഈ ഭാഗത്ത് നിന്നും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ സ്വഭാവമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. താഴെ പറയുന്നതിൽ ഏതാണ് സിംഗിൾ യൂസ് പ്ലാൻ, ഏതാണ് മൾട്ടി യൂസ് പ്ലാൻ എന്ന് ചൂസ് ചെയ്യാനുള്ള ചോദ്യം വരാം. പിന്നീട് ഒരു സ്പെസിഫിക് പ്ലാൻ തന്നിട്ട് അത് സിംഗിൾ യൂസ് ആണോ മൾട്ടി യൂസ് ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യാനുള്ള ചോദ്യവും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നതാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓരോ പ്ലാൻസും, അതായത് റൂൾസ് എന്താണ്, പോളിസി എന്താണ്, പ്രോഗ്രാം എന്താണ്, ഇത് സ്പെസിഫിക് ആയിട്ട് എന്താണ് എന്നും കൂടി പഠിച്ചു വെച്ചിരിക്കണം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. Topic 3, a very important topic, motivation theories and its authors. Here, we don't discuss the motivation theories in detail. We only mention important motivation theories and its authors. പക്ഷേ ഈ മോട്ടിവേഷൻ തിയറീസ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. ഈ മോട്ടിവേഷൻ തിയറീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാവുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മളിവിടെ മോട്ടിവേഷൻ തിയറീസും അതിൻ്റെ ഓഥേഴ്സ് ആരാണെന്ന് മാത്രമേ മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. So let's start. Need hierarchy theory is proposed by Abraham Maslow. And in need hierarchy theory, Abraham Maslow 5 levels of needsനെ പറ്റി പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണിത്. ആ 5 levels of needs ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, ബിലോങ്ങിങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. Okay, second one, ERG theory, which is proposed by Clayton Alderfer. ആൽഡഫറിൻ്റെ ERG തിയറിയിലെ ERG ഇതെന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. എക്സിസ്റ്റൻസ് നീഡ്, റിലേറ്റഡ്നെസ് നീഡ്സ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്. ആൻഡ് തേർഡ് വൺ, 3 needs theory, which is put forward by David McClelland. And the 3 needs mentioned are power, affiliation, and achievement motivation. The next theory, which belongs to Frederick Herzberg, is motivation hygiene theory, or more popularly known as two-factor theory. The 2 factors that are mentioned in the theory are motivation factors and hygiene factors. അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളതും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും പഠിച്ചു വെച്ചിട്ട് പോവുക. Next comes theory X and theory Y, which belongs to Douglas McGregor. തിയറി എക്സിലും തിയറി വൈയിലും കുറേ അസംഷൻസ് ആണ് പറയുന്നത് എംപ്ലോയീസിനെ പറ്റിയിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക. നെക്സ്റ്റ് ഇസ് തിയറി ഇസഡ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ജാപ്പനീസ് മാനേജ്മെന്റ്, വിച്ച് ഇസ് പുട്ട് ഫോർവേഡ് ബൈ വില്യം ഔച്ചി. Next is expectancy theory, which says motivation is a product of valence, expectancy, and instrumentality, and is put forward by Victor Roop. Finally, equity theory belongs to John Adams. നമ്മൾ മോട്ടിവേഷൻ തിയറീസും അതിൻ്റെ ഓഥേഴ്സും മാത്രമേ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൂ എങ്കിൽ പോലും ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദ സ്ക്രീൻ യു കെൻ സീ മെനി എക്സാമ്പിൾസ്. ERG തിയറിയുടെ പ്രൊപ്പൗണ്ടർ ആരാണ്? 3 needs തിയറിയുടെ പ്രൊപ്പൗണ്ടർ ആരാണ്? അതുപോലെ ഹ്യൂമൻ മോട്ടിവേഷനെ നീഡ് ഹൈറാക്കിയുമായിട്ട് ബന്ധപ്പെടുത്തിയത് ആരാണ്? മഗ്രിഗർ മുൻപോട്ട് വച്ച തിയറി ഏതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആയിട്ട് 1-2 തവണ ഇതുപോലെ തിയറീസും അതിൻ്റെ ഓഥേഴ്സിനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പം തിയറീസും അതിൻ്റെ ഓഥേഴ്സും പഠിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഓരോ തിയറിയും അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Topic 4, barriers to communication. It's important to see the types of communication barriers and the sources of each of these barriers. Communication barriers can be physical, it can be semantic, which is related to language, organizational, which is present inside an organization, it can be social or political, or it can be cultural. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വരുന്നതായിട്ടുള്ള ഫാക്ടേഴ്സ് പഠിച്ചു വെക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ അത് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിൽ നിന്ന് വന്ന ചോദ്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ദ സോഴ്സസ് ഓഫ് ദീസ് ബാരിയേഴ്സ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്തോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ ബാരിയർ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഓർ വിച്ച് ഇസ് നോട്ട് എൻ ഇമോഷണൽ ബാരിയർ, which is not a communication barrier? Premature evaluation is part of what barrier? കണ്ടോ, ഇപ്പം ഏത് ബാരിയറിൻ്റെ ഉള്ളിൽ പെടുന്നതാണ്, ഏത് ബാരിയറിൻ്റെ സോഴ്സ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദ ബാരിയേഴ്സ് ആൻഡ് ദ സോഴ്സസ്. Topic 5, stages of group development. In an organization, when some people come together to form groups, they mostly pass through these 5 stages. But it's not necessary that all the groups follow all these stages.
ഓക്കെ. അപ്പം ഈ സ്റ്റേജസ് പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നിട്ട് കറക്റ്റ് ഓർഡറിൽ അത് സ്പെസിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യം 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഫോമിങ്. അതായത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ടീം മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചൊരു ടീമായിട്ട് വന്നു. അപ്പോൾ പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. ആ സ്റ്റേജാണ് ഫോമിങ് സ്റ്റേജ്. ദ സെക്കൻഡ് കംസ് സ്റ്റോമിങ് സ്റ്റേജ്. ആ പേരിൽ പറയുന്ന പോലെ സ്റ്റോം, കൊടുങ്കാറ്റ് അല്ലേ, പരസ്പരം പ്രശ്നങ്ങളും ആ ഗ്രൂപ്പിനുള്ളിൽ തന്നെ വഴക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് നോമിങ് സ്റ്റേജ്. ആസ് എ നെയിം സജസ്റ്റ്, നോം അല്ലേ, ഗ്രൂപ്പ്സിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ്, അതിൻ്റേതായിട്ടുള്ള നോംസ് ഒക്കെ സെറ്റ് ചെയ്ത് അത് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്ന സ്റ്റേജാണ് നോമിങ് സ്റ്റേജ്. നെക്സ്റ്റ് ഇസ് എ പെർഫോമിംഗ് സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ ഗ്രൂപ്പ് ബിക്കംസ് എ ഹൈ പെർഫോമർ. ഏറ്റവും അതിൻ്റെ ഹൈസ്റ്റ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്റ്റേജാണ് പെർഫോമിംഗ് സ്റ്റേജ്. ആൻഡ് ദ ലാസ്റ്റ് കംസ് അഡ്ജേൺമെൻറ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റേജ് എന്ന് പറയും. അതായത് എന്ത് ടാസ്കിന് വേണ്ടിയിട്ടായിരുന്നോ, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ആ ഗ്രൂപ്പ് ഫോം ചെയ്തത്, ആ ഉദ്ദേശം കഴിഞ്ഞു. നൗ ദ ഗ്രൂപ്പ് വിൽ ബി ഡിസോൾവ്ഡ്. ആ ഒരു സ്റ്റേജാണ് അഡ്ജേണിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇറ്റ്സ് ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് ആൻഡ് അഡ്ജേണിംഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ആ സ്റ്റേജസിനെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. സോ അത് പഠിച്ചു വെച്ചിട്ട് പോവുക. നെക്സ്റ്റ് ടോപ്പിക്, 6th ടോപ്പിക്, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പേർപ്പസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ എൻഡ് ഇറ്റ് വിഷസ് ടു അച്ചീവ്. അതാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ അത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻഡ് റിസൾട്ട്സിനെ കാണിക്കുന്ന പദമാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിൽ പല എലമെൻറ്റ്സ് ഉണ്ട്. ആൻ ഓർഡർ ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വിഷൻ, മിഷൻ, ബിസിനസ് ഡെഫിനിഷൻ, ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്. ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് ആർ വിഷൻ ആൻഡ് മിഷൻ. ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ 2 ടേംസിൽ നിന്നാണ്. വാട്ട് ഈസ് വിഷൻ? വിഷനും മിഷനും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. വിഷൻ ഇസ് എ ഫോർമുലേഷൻ ഓഫ് where the firm wants to be ultimately, or what it wants to achieve, or what the organization see himself or itself as in the future. ഒരു ഓർഗനൈസേഷൻ അതിനെ തന്നെ, അതിൻ്റെ ഭാവിയെ എങ്ങനെ അത് മുൻകൂട്ടി കാണിക്കുന്നു, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് എവിടെ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്ത് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ദി അൾട്ടിമേറ്റ് എൻഡ്, അതാണ് ഒരു ഓർഗനൈസേഷൻ്റെ വിഷൻ. അപ്പം എന്താണ് മിഷൻ? മിഷൻ ഇസ് എ പേർപ്പസ് ഓഫ് റീസൺ ഫോർ എക്സിസ്റ്റൻസ്. ഇറ്റ് ഡിസ്റ്റിങ്ക്യൂഷസ് എൻ ഓർഗനൈസേഷൻ ഫ്രം അതേഴ്സ്. മിഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പേർപ്പസ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്, അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് മിഷൻ എന്ന് പറയുന്നത്. അതാണ് ഓരോ ഓർഗനൈസേഷനെ അതേപോലെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന മറ്റു ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്. അത് ഓരോ ഓർഗനൈസേഷൻ്റെ മിഷനാണ്. അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഹൗ ദി ഓർഗനൈസേഷൻ സീസ് ഇറ്റ് സെൽഫ്. ഭാവിയിൽ ഒരു ഓർഗനൈസേഷൻ എന്തായി തീരുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു, അതാണ് വിഷൻ. മിഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് മിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്റ്റിങ്ക്യൂഷസ് ഓർഗനൈസേഷൻ ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. ബിസിനസ് ഡെഫിനിഷൻ. ബിസിനസ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേം ഏതൊക്കെ ബിസിനസ്സസിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടോ അതിനെ പറ്റിയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിസിനസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഗോളും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് രണ്ടും ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട്സ് ആണ്. ഇതിൻ്റെ രണ്ടും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. ഗോൾ എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്, ഈസിലി അച്ചീവബിൾ ആണ്. ഒബ്ജക്റ്റീവ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ഗോൾസ്. സ്ക്രീൻ നിറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻസ്. ലൈക്ക്
ദ ബിഗിനിങ് പോയിന്റ് ഓഫ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ബിഗിനിങ് എവിടെ നിന്നാണ്? ഫ്രം വിഷൻ. അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്നത്. സോ ബിഗിനിങ് പോയിന്റ് ഇസ് വിഷൻ. വേർ എക്സാക്ട്ലി വി വോണ്ട് ടു പ്ലീസ് അവർ ബിസിനസ് പെർറ്റെയിൻസ് ടു. എവിടെയാണ് ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ്സിനെ എവിടെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തിലാണ്? വിഷനാണത്. സോ ഇറ്റ്സ് വിഷൻ. എ ഫേംസ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഫേമിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ പേർപ്പസ് എന്താണെന്ന് അറിയിക്കുന്നുണ്ട്, റീസൺ ഫോർ ഇറ്റ് എക്സിസ്റ്റൻസ് എന്താണെന്ന് അറിയിക്കുന്നുണ്ട്, ആൻഡ് ഓബ്വിയസ്ലി ഹൗ ഇറ്റ് സെർവ് ദ കസ്റ്റമേഴ്സ്. അതാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ആൻ എൻഡ്യൂറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ദറ്റ് ഡിസ്റ്റിങ്ക്വിഷ് വൺ ഓർഗനൈസേഷൻ ഫ്രം അതേഴ്സ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസും അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ മറ്റു ഓർഗനൈസേഷനിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതും അതിൻ്റെ മിഷനാണ്. പിന്നെ മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. യുണീക്നെസ് ഓർ ഡിസ്റ്റിങ്ക്റ്റീവ്നെസ്, അത് ഏതാണ്? ഒരു ഓർഗനൈസേഷനെ മറ്റൊന്നിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് നിർത്തുന്നത് മിഷനാണ് അല്ലേ? ഇപ്പോൾ എ എന്ന് പറയുന്നത് മിഷനാണ്. ദെൻ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് ഗോൾസ്. ഗോൾസിൻ്റെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ അച്ചീവബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്രീ ഡിസൈൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ. പ്രീ ഡിസൈൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ടാറ്റിക്സ് ആണ്. അതിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ലോങ് ടേം ഡയറക്ഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ്. ഓക്കെ, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. Next topic, seventh topic, Porter's 5-force model, also an important area. Porter's 5-force model is actually a tool to analyze competitive environment. അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് അനാലിസിസിനുള്ള ഒരു ടൂളാണ് പോർട്ടേഴ്സ് 5-force മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോർട്ടേഴ്സ് 5-force ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഹിയർ പോർട്ടേഴ്സ് സജസ്റ്റ് 5 forces that influence the industry or the competitive environment in an industry. ആ 5 forces എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ത്രെറ്റ്സ് ഓഫ് ന്യൂ എൻട്രൻസ്, രണ്ടാമത്തേത് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്, റൈവൽറി എമംഗ് കോമ്പറ്റീറ്റേഴ്സ്. ഏതൊക്കെയാണ് 5 forces സജസ്റ്റഡ് ബൈ പോർട്ടർ? ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്, റൈവൽറി എമംഗ് കോമ്പറ്റീറ്റേഴ്സ്. ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളതിൽ 4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഫോഴ്സസ് മോഡൽ ആരാണ് മുൻപോട്ട് വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മൈക്കൽ പോർട്ടറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഈ വ്യൂ ആരാണ് എക്സ്പ്രസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വ്യൂവിൽ ഈ 5 ഫാക്ടേഴ്സിനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളത് മൈക്കൽ പോർട്ടർ ആണ് എന്നുള്ള കാര്യം. പിന്നീട് കൂടുതലും ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? അതായത് നമുക്കൊരു 4 ഫാക്ടേഴ്സ് തന്നിട്ട് ഈ പോർട്ടറിൻ്റെ 5-force മോഡലിൽ ഉൾപ്പെടാത്ത ഫാക്ടർ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്കൊരു 4 ഫാക്ടേഴ്സ് ഓപ്ഷൻ തരും, എന്നിട്ട് അതിൽ ഏതാണ് ഈ 5 forces ഉൾപ്പെടാത്തത് എന്നുള്ള ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ 5 forces പഠിച്ചിട്ട് പോവുക എക്സാമിന്. Next comes BCG metrics, our 8th topic. BCG metrics is also known as growth share metrics. എന്താണ് BCG? ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ്. BCG മെട്രിക്സിൽ 4 സെൽസ് അല്ലെങ്കിൽ 4 SBUസിനെ പറ്റിയാണ് പറയുന്നത്. വിച്ച് ആർ മെൻഷൻഡ് ആസ് സ്റ്റാർസ്, ക്വസ്റ്റ്യൻ മാർക്സ്, ക്യാഷ് കൗസ് ആൻഡ് ഡോഗ്സ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതയാണ് മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങൾ വരുന്നത് ആ ഭാഗത്ത് നിന്നാണ്. അപ്പം എന്താണ് സ്റ്റാർസ്, എന്താണ് ക്വസ്റ്റ്യൻ മാർക്സ്, എന്താണ് ക്യാഷ് കൗസ്, എന്താണ് ഡോഗ്സ്? സ്റ്റാർസ് എന്ന് പറയുന്നത് ദോസ് SBUs ഹാവിങ് എ ഹൈ മാർക്കറ്റ് ഷെയർ ഇൻ എ ഹൈ ഗ്രോത്ത് ഇൻഡസ്ട്രി. അതാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്, ഹൈ മാർക്കറ്റ് ഷെയർ ഇൻ എ ഹൈ ഗ്രോത്ത് ഇൻഡസ്ട്രി. ഇനി ക്യാഷ് കൗസ് എന്ന് പറയുന്നത് SBUs ഹാവിങ് എ ഹൈ മാർക്കറ്റ് ഷെയർ ഇൻ എ ലോ ഗ്രോത്ത് ഇൻഡസ്ട്രി. അവിടെ മാർക്കറ്റ് ഷെയർ ഹൈ ആണ്, പക്ഷേ ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റ് കുറവാണ്. Coming to the question mark SBUs, these are SBUs having a low market share in a high growth industry. അവിടെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്, പക്ഷേ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ലോ ആണ്. ഡോഗ്സ് ആണെങ്കിൽ അവിടെ മാർക്കറ്റ് ഷെയറും കുറവാണ്, ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റും കുറവാണ്. അപ്പം ഈ പ്രത്യേകതകൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഹൈ ആണ്, മാർക്കറ്റ് ഷെയറും കൂടുതലാണ്, ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റും കൂടുതലാണ്. ഡോഗ്സ് അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ്, അതായത് മാർക്കറ്റ് ഷെയർ കുറവാണ്, ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റും
കുറവാണ്. എന്നാൽ ക്യാഷ് കൗസ് എന്ന് പറയുന്നത് കൂടുതൽ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന എസ് ബി യുസാണ്. അവർ കുറഞ്ഞ, അതായത് ലോ ഗ്രോത്ത് ഇൻഡസ്ട്രിയിൽ ഹൈ മാർക്കറ്റ് ഷെയർ ഉള്ള എസ് ബി യുസ് ആണ് ക്യാഷ് കൗസ്. എന്നാൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഹൈ ഗ്രോത്ത് റേറ്റ് ഇൻഡസ്ട്രിയിൽ ലോ മാർക്കറ്റ് ഷെയർ ഉള്ള എസ് ബി യുസ് ആണ് ക്വസ്റ്റ്യൻ മാർക്സ്. കണ്ടോ, ക്വസ്റ്റ്യൻസ് ഈ 4 എസ് ബി യുസിനെയും റിലേറ്റ് ചെയ്തിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ എല്ലാ വർഷവും നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. വിട്ട് കളയാതെ പഠിച്ചു പോകേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, ഇപ്പം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിൻ്റെ ഫീച്ചർ തന്നിട്ട് ഇത് ഏത് എസ് ബി യു ആണ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പിൾ ഇൻ ബി സി ജി മെട്രിക്സ് ഇൻഡിക്കേറ്റ്സ്. അപ്പം ആ എസ് ബി യുസിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരിക കേട്ടോ. അപ്പം നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചുമ്മാ നോക്കിക്കോളൂ. ഇൻ എ ബി സി ജി മെട്രിക്സ് ഹൈ മാർക്കറ്റ് ഷെയർ ഇൻ എ സ്ലോ ഗ്രോത്ത് ഇൻഡസ്ട്രി ഈസ് റിപ്രസെൻറ്റഡ് ബൈ. അപ്പം ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റ് കുറവാണ്, എന്നാൽ മാർക്കറ്റ് ഷെയർ കൂടുതലാണ്. അങ്ങനെയുള്ള എസ് ബി യുസ് ആണ് ക്യാഷ് കൗസ്. അപ്പം നമുക്ക് ആ ഒരു സ്പെസിഫിക്കേഷൻ തരും, അതെന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാർസ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാം. നെക്സ്റ്റ് ടോപ്പിക്, 9th ടോപ്പിക്, മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സജസ്റ്റഡ് 4 measures of money supply: M1, M2, M3 and M4 മെഷർമെൻറ്റ്. M1 മെഷർമെൻറ്റ് എന്ന് പറയുന്നത് C പ്ലസ് ഡി ഡി പ്ലസ് ഒ ഡി. C എന്ന് പറയുന്നത് കറൻസി ദാറ്റ് ഇസ് ഹെൽഡ് ബൈ ദ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കറൻസി. ഡി ഡി എന്ന് പറയുന്നത് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് ഓഫ് ദ ബാങ്ക്. ഒ ഡി എന്ന് പറയുന്നത് അതർ ഡിപ്പോസിറ്റ്സ് ഹെൽഡ് വിത്ത് ദ ആർ ബി ഐ. ആർ ബി ഐയുടെ കൈവശമുള്ള ഡിപ്പോസിറ്റ്സ് ആണ് ഒ ഡി എന്ന് പറയുന്നത്. ഡി ഡി എന്ന് പറയുന്നത് ബാങ്കുകളുടെ കയ്യിലുള്ള നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് ആണ്. സോ M1 മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് C പ്ലസ് ഡി ഡി പ്ലസ് ഒ ഡി വിച്ച് ഇസ് നാരോ മണി കോൺസെപ്റ്റ്. M2 മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈ M1ൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസിലുള്ള സേവിങ്സും കൂടി, ആളുകളുടെ സേവിങ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെഷർമെൻ്റ് ആണ് M2. Again, this is a narrow concept. പിന്നീടുള്ള 2 മെഷർമെൻറ്റ്സ്, അതായത് M3യും M4യും ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. M3 എന്ന് പറയുന്നത് M1ൻ്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് വിത്ത് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കൈവശമുള്ള ടൈം ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് M3 മെഷർമെൻറ്റ്. M4 എന്ന് പറയുന്നത് M3 പ്ലസ് സേവിങ്സ് വിത്ത് പോസ്റ്റ് ഓഫീസസ്. M3 മെഷർമെൻറ്റിൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സും കൂടി ആഡ് ചെയ്യുന്നതാണ് M4 മെഷർമെൻറ്റ്. അതാണ് ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പം ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് M1 ആണ്. എന്നാൽ ലിക്വിഡിറ്റി ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് M4 ആണ്. അപ്പം ഈ മെഷർമെൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. Question can come directly as per RBI measurement of money stock, M3 stands for, or M2 stands for, or M1 stands for, or which is the narrow concept of money, or which is the liquid concept of money. Questions can be asked like that. 10th topic, International Monetary Fund or IMF. IMF ഫോം ചെയ്യാനുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തത് ബ്രെട്ടൺ വുഡ് കോൺഫറൻസിലാണ്. Next important factor is that it came into existence in December 27th of 1945. And IMF's unit of account is called SDR or Special Drawing Rights. The value of SDR is based on a basket of 5 major currencies. And these 5 major currencies are Euro, US dollar, Chinese yuan, also known as renminbi, yen and pound sterling. And these currencies will be, or these basket will be updated every 5 years. Chinese renminbi was included in this basket from 1st October 2016. Now,
Special drawing rights or SDRs are also known as paper gold. And now about major objectives of IMF. The major objectives are to promote exchange rate stability in the international market and to make finance available to the member countries with balance of payment deficits or balance of payment difficulties. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ പറ്റി ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇന്റർനാഷണൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ് ബ്രെറ്റൻ വുഡ്സിലാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ പറ്റിയുള്ള ഒരു ഐഡിയ രൂപീകരിക്കുന്നത്. ആൻഡ് IMF കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അത് 1945 ഡിസംബർ 27. IMFിൻ്റെ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അല്ലെങ്കിൽ SDR. SDRൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് 5 കറൻസീസ് അടങ്ങുന്ന ഒരു ബാസ്ക്കറ്റിൻ്റെ ബേസിസിലാണ്. ഈ 5 കറൻസീസ് എന്ന് പറയുന്നത് യൂറോ, US ഡോളർ, റെൻമിൻബി, യെൻ ആൻഡ് പൗണ്ട് സ്റ്റേർലിംഗ് ആണ്. ഈ ബാസ്ക്കറ്റ് ഓരോ 5 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യും. ചൈനീസ് റെൻമിൻബി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് 2016 ആഡ് ചെയ്തത്. SDRനെ പേപ്പർ ഗോൾഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. IMFിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടുന്ന മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതുമാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് വേൾഡ് ബാങ്ക്. World Bank is also known as IBRD, International Bank for Reconstruction and Development. ഇതിൽ പറയുന്നത് പോലെ തന്നെ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിൽ അവിടുത്തെ പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അവിടുത്തെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് ഉള്ളതാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. It also came into existence on 1945, 27th December, and the idea was conceived at Bretton Woods Conference. വേൾഡ് ബാങ്കിനെയും IMFിനെയുമാണ് നമ്മൾ ബ്രെട്ടൺ വുഡ് ട്വിൻസ് അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ ഒരു കോമ്പണൻ്റ് ആണ്. ഇനി വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന് എത്ര കോമ്പണൻസ് ഉണ്ട്? 5 കോമ്പണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും പഠിച്ചു വെക്കണം. IBRD നമ്മൾ പറഞ്ഞ വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്തത് IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. IFC, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. അടുത്തത് MIGA, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. ICSID, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്. ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്, which global institutions were established as a result of Bretton Woods negotiations? Bretton Woods negotiationsന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേൾഡ് ബാങ്കും IMFുമാണ്. ഇനി ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്വിൻസ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും IMFും വേൾഡ് ബാങ്കും ആണ്. പിന്നീട് വേൾഡ് ബാങ്കും IMFും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അത് 1945 ആണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ബൈ IMF ടു ഡീൽ വിത്ത് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് SDR ആണ്. പിന്നെ SDRൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കറൻസി ഏതാണെന്നുള്ളതും ആ കറൻസി നിലവിൽ വന്ന അതായത് റെൻമിൻബി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട വർഷം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യം ഈ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, സാമ്പിളിംഗ് ടെക്നിക്സ്. സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി പ്രോബബിലിറ്റി ടെക്നിക്സ്, നോൺ പ്രോബബിലിറ്റി ടെക്നിക്സ്. പ്രോബബിലിറ്റി ടെക്നിക്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സീക്വൻഷ്യൽ സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഇൻക്ലൂഡ് purposive sampling, convenience sampling, judgment sampling, quota sampling and snowball sampling. ഇവിടെ നമ്മൾ സാമ്പിളിംഗ് ടെക്നിക്സ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഏതാണ്, നോൺ പ്രോബബിലിറ്റി ഏതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യു ഹാവ് ടു ലേൺ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും വെച്ചിട്ടുണ്ട്. സോ അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലേൺ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. See, questions have been asked in the previous years like, which of the following is a non-probability sampling method? Dash is a non-probability sampling technique or dash is not a non-probability sampling technique, and cluster sampling or quota sampling is a type of. So these all questions corresponds to what we have discussed earlier. So make sure that you learn in detail the probability and non-probability sampling methods.
നെക്സ്റ്റ് ടോപ്പിക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇതിൽ മീൻ മീഡിയൻ മോഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ, അതായത് സം ഓഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ഇൻ എ സീരീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇനി മീഡിയനിലേക്ക് വരികയാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് പൊസിഷണൽ ആവറേജ് ആണ്, മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിവൈഡ്സ് ഒബ്സർവേഷൻ ഇൻടു 2 ഈക്വൽ പാർട്സ്. ഇപ്പം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ നമ്മൾക്ക് കിട്ടിയ ഒബ്സർവേഷൻസിനെ എല്ലാം തന്നെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊന്ന് അറേഞ്ച് ചെയ്യണം. അതിനുശേഷം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് വാല്യൂ ഓഫ് n + 1/2th ഐറ്റം എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ സീരീസ്. ഇപ്പം നമുക്ക് കിട്ടുന്നത് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഒരു സീരീസ് എന്നുള്ളെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റ് മാത്രമായിരിക്കും നമുക്ക് മിഡിൽ മോസ്റ്റ് വാല്യൂ ആയിട്ട് കിട്ടുക. പക്ഷേ ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ആ മിഡിൽ മോസ്റ്റ് 2 വാല്യൂസിൻ്റെ ആവറേജ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കമ്മിങ് ടു മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ ഇൻ ആൻ ഒബ്സർവേഷൻ ആണ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒബ്സർവേഷനാണ് മോഡ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ഡേറ്റ നമുക്ക് തരാത്തപ്പം, അതായത് മീഡിയനും മീനുമാണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 3 മീഡിയൻ - 2 മീൻ. ഇതിനോടൊപ്പം തന്നെ വേരിയൻസും കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. ഇതിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ചോദിച്ചിട്ടുള്ളത് മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും പിന്നീട് മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന ആ 5 ഒബ്സർവേഷനെ നമ്മൾ അറേഞ്ച് ചെയ്തു അല്ലേ, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ മിഡിൽ മോസ്റ്റ് വാല്യൂ എടുത്തു. അങ്ങനെയാണ് മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്തത്. മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് 3 മീഡിയൻ - 2 മീൻ. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് 277.64 എന്ന് ആൻസർ കിട്ടുക. Coming to the end of the video 14, the topic type 1 and type 2 error. Very important topic. എന്താണ് type 1 error, എന്താണ് type 2 error? This is related to hypothesis testing. Hypothesis testingുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. Type 1 error എന്ന് പറഞ്ഞാൽ rejecting a true null hypothesis. It means rejecting a null hypothesis when it is true. Type 2 error എന്ന് പറഞ്ഞാൽ accepting a false null hypothesis or accepting the null hypothesis when it is wrong. ഇത് രണ്ടും എറേഴ്സ് ആണല്ലേ. ഒരു ട്രൂ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നതും എററാണ്, എന്നാൽ തെറ്റായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും എററാണ്. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ട്രൂ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നത്. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. Looking at the questions asked from this area in the previous years, we can find more of statement type questions from this area. നമുക്ക് യൂഷ്വലി ചോദിക്കുന്ന ചോദ്യത്തോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. യു ക്യാൻ സി ടൈപ്പ് 1 എറർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ്, ടൈപ്പ് 2 എറർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ്. ഇത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വി ക്യാൻ ആൻസർ. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലും നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റിലായിട്ട് ഈ ടൈപ്പ് 1 എററിനെ ടൈപ്പ് 2 എററിൻ്റെയും ആ ഒരു ഡെഫിനിഷൻ ആയിരിക്കും ചോദിക്കുക. പക്ഷെ ചിലപ്പോൾ തിരിച്ചും മറിച്ചും ചോദിക്കും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇസ് ട്രൂ ഇസ് നോൺ ആസ് ടൈപ്പ് 2 എറർ. പക്ഷേ അത് ടൈപ്പ് 1 എറർ ആയിരുന്നു അല്ലേ. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫോൾസ്. അക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഇസ് ഫോൾസ് ഇസ് ടൈപ്പ് 1 എറർ. ആക്ച്വലി അത് ടൈപ്പ് 2 എറർ ആയിരുന്നു അല്ലേ. അപ്പം അതും ഫോൾസ് ആണ്. അപ്പം ഈ രീതിയിൽ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Our last topic is national income aggregates and its conversion. ഇപ്പം നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്സിൽ GDP എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കൺവേർഷൻ വെച്ചിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. GDP എന്ന് പറയുന്നത് ഒരു എക്കണോമിയിൽ ഒരു വർഷത്ത്
പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂനെയാണ് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ആ നോട്ട്സ് ആണ്. അതായത് ഗ്രോസിനെ എങ്ങനെ നെറ്റ് ആക്കാം, നെറ്റിനെ എങ്ങനെ ഗ്രോസ് ആക്കാം, നാഷണലിനെ എങ്ങനെ ഡൊമസ്റ്റിക് ആക്കാം, ഡൊമസ്റ്റിക്കിനെ എങ്ങനെ നാഷണൽ ആക്കാം. ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് എന്ന് പറയുന്നത്. നെറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണ് ഗ്രോസ് എന്ന് പറയുന്നത്. ഇനി NFIA എന്ന് പറയുന്നത് നാഷണൽ ഡൊമസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡൊമസ്റ്റിക് പ്ലസ് NFIA ആണ് നാഷണൽ എന്ന് പറയുന്നത്. നാഷണൽ മൈനസ് NFIA ആണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്. See the questions asked from this area. Net factory income from abroad when deducted from GNP will result in. GNPയിൽ നിന്നും NFIA ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പം നാഷണൽ മാറി അവിടെ എന്താകും? ഡൊമസ്റ്റിക് ആകും അല്ലേ? അപ്പം GNP എന്നുള്ളത് GDP ആകും. ടോട്ടൽ മണി വാല്യൂ ഓഫ് ന്യൂലി പ്രൊഡ്യൂസ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ എൻ ഇക്കണോമി ഇൻ എ ഗിവൻ ഇയർ, അതെന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നാഷണൽ ഇൻകം ഇസ് മണി വാല്യൂ ഓഫ് ഓൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്, ദാറ്റ് ഇസ് ട്രൂ. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു, അതായത് NNP ഇസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പം നെറ്റ് അതെന്ന് പറയുന്നത് ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ട്രൂ. പിന്നെ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. NNP GNP നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും യൂഷ്വലി ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ GDP എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, കൺവേർഷൻ ഇക്വേഷൻസും പഠിച്ചു വയ്ക്കുക. സോ യു ക്യാൻ അറ്റൻഡ് എനി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. So in this video, we have discussed 15 important topics from Set Commerce syllabus in a short. ഈ ടോപ്പിക്സ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് തന്നെയാണ്, ആസ് യു ഹാവ് സീൻ ഇൻ ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക. എനിവേ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങളെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. സോ യു വിത്ത് എ യൂസ്ഫുൾ കണ്ടന്റ് നെക്സ്റ്റ് ടൈം. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ കമ്മിങ് എക്സാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.